ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ കളർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് കളറിൽ വരുന്നത് പ്ലെയിൻ ക്ലോത്തും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പാറ്റേൺ കട്ട് ചെയ്യാം, എന്നിട്ട് ക്ലോത്ത് കട്ട് ചെയ്യാം. ഈ പാറ്റേൺ മേക്കിംഗ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ചെക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ പാറ്റേൺ. ഓക്കെ, നമുക്ക് ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം, എന്നിട്ട് മാത്രമേ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷിഫോൺ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഫാബ്രിക്കും എടുക്കാം. ഷിഫോൺ ആകുമ്പോൾ നല്ലൊരു ട്രെൻഡി ലുക്ക് കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് അത് മാറ്റം വരുത്താം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഷിഫോൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പിൻ ചെയ്യാതെ കട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ബേസും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാറ്റേണിന് വേണ്ടിയിട്ട് 4 പീസസ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിലത്തെ പീസസ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് സീം അലവൻസ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ക്ലോത്ത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം മേലത്തെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഫോൾഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് ലെഫ്റ്റ് സൈഡാണ്. ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫാബ്രിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ഫാബ്രിക്കാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ട് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് എടുക്കാം. ഇത് മാറ്റി വെക്കാം.
അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഈ പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത മെത്തേഡിൽ തന്നെ നമുക്ക് മറ്റേ 2 വശങ്ങൾ കൂടി കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ ഈ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഞാനിവിടെ ലൈനിങ് അടക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമുക്കിത് ജോയിൻ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് താഴത്തെ പാർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് അപ്പർ പാർട്ട് തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മേലത്തെ പാർട്ടും താഴത്തെ പാർട്ടും ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡ്സും കറക്റ്റ് ചെയ്യാം.
ഓക്കെ, നമ്മുടെ ഫ്രണ്ട് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എലഗൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട് കുർത്തി പാറ്റേൺ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു കാണും. ഞാൻ ഫസ്റ്റ് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തത്, അത് കഴിഞ്ഞിട്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തത്. നമുക്ക് ഈ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിനും ജോയിൻ ചെയ്യാം. എന്നിട്ട് കൈകൾ ജോയിൻ ചെയ്ത് സൈഡ്സ് കൂട്ടി വെച്ച് സ്ലിറ്റ് അടിക്കുകയാണ്. ഞാൻ അതൊന്നും കാണിക്കുന്നില്ല, ബിക്കോസ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുർത്തി മേക്കിംഗ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് മാത്രം വെച്ച് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകാൻ പാടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പുതിയ പുതിയ സംശയങ്ങളും അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.